രണ്ടടി മുകളിൽ രണ്ടടി താഴ്ത്ത് ഒരടി തുടയിൽ തുടയിൽ. റോമനക്കുട്ടാ, അഞ്ചാമത്തടി ദുര്യോധന്റെ തുടയിൽ അടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിന്ന് ചീത്ത കേൾപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സാർ, ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ? എന്റെ ചേട്ടാ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല. പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ണ്ടല്ല പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി. മോളെ കരച്ച് വെച്ച മതി, കോട്ടമ്പള്ളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചത് ഇന്നൊക്കെ ധൈര്യത്തുള്ളതാ. അങ്ങനെ ഇങ്ങോട്ട് ശ്യാമള, നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറഞ്ഞ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? അല്ല, കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ? ആശാനെ, ഞാൻ SI ആണ്, നാറ്റിക്കരുത്. പബ്ലിക്കിന് പേരുണ്ടാവില്ല. SI പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ ഭീമ. അധികം ചിരിക്കണ്ട. വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്കും തുണി പിടിച്ചെടുക്കും. നമുക്ക് ആ മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. കേരള ജീപ്പില് എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന്? എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ വെറുതെ തല്ലുകൊള്ളിപ്പിക്കാതെ വന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു. നീ ചെല്ല്. ശ്യാമളോ? തന്റെ മടിയിലിരുത്തിയാണ് പേറ്റത്. സാറിന് വിളിയോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള? ആശാനും കൂശാനൊക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ ഒന്നുമില്ല. ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമനെ കർത്താതെ വേഗം വണ്ടി കേറച്ചു. എന്ത്? ഇത് കേസാക്കാൻ ആരാ പരാതി? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ശരിയാടാ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതറിഞ്ഞ് അപ്പോ എങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഈ കേസിൽപ്പെട്ട നീ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവൻ അങ്ങ് തണുത്തോളും. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമളന്റെ സ്റ്റേഷൻ തന്നെയാ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല. അടുത്ത ഭാര്യയിൽ ശ്രീകൃഷ്ണനാക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു, ചെന്ന് നമ്മുടെ ചൈതന്യ രഥത്തിൽ കയറൂ. കാരാഗൃഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലതുകാൽ വെച്ച് വരൂ. ഇത്രയും നാളത്തെ ഭാർഗവി നിലയമായിരുന്നു. ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ചു, ഞാനൊരാഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ഞാനൊരു ത്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താൻ SI ആണെന്ന്
ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ 2-3 ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഊറും പഠിക്കണ പോലെ. നിനക്ക് കൊടുക്കത്ത ആരോഗ്യല്ലേ, നീ ഒന്ന് എയർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. വിരിഞ്ഞല്ല, ഒരു ബോഡി ഒത്തു കിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കളെ. അതോട്ട് സംസാരിക്കൂടാ. എന്റെ കൈയുടെ ചൂടറിയടാ. സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. എന്തു പറ്റി സാർ? അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഈശ്വര, അടുത്തത് ചെന്ന് തടയണോ? പോടോ. അപ്പു അപ്പൊ നിക്ക് നിക്കപ്പു. സാറേ, എന്തോ പൊട്ടം കഴിവരെ ഇങ്ങോട്ട് ഇറക്കി വിട്, ഇല്ലെങ്കിൽ സ്റ്റേഷൻ അകത്ത് കയറി ഞാൻ പെരുമാറുവേ. അപ്പൊ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ നൊട്ടല് ഞാൻ തല്ലി ഓടിക്കും. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. വെറുതെ അല്ല നാറി പൊട്ടനായി പോയത്. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു. അവൻ ഈ ഭൂലോകം മുടിച്ചേനെ. എടാ അമ്പലം മുഴുകി ഇറങ്ങി വേണം. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലേടാ നീ നാട്ടുകാർക്ക് പലിശയ്ക്ക് കൊടുക്കുന്നത്. നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാക്കം കൊണ്ടല്ലേടാ നിനക്ക് കുട്ടികൾ ഉണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിനു പോലെ നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. തൽക്കാലം നീ പോപ്പു. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് പുളുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടൂ. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. താൻ അവനോട് എന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മർ തിരിപ്പുണ്ടെന്ന്. എത്തിയാ സുഖല്ലേ? എടാ പൊട്ട, എന്റെ കൂട്ടുകാരനെ തല്ലിയതിന് പോലെ നിന്റെ കൂട്ടുകാരനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടടാ. അടുക്കരുത്. ഞാൻ ബാലയ്ക്ക് വേണ്ടി കളരി പഠിച്ചവനാണ്. എന്നെ കൊണ്ട് 18ാമത്തെ അടവെടുപ്പിക്കരുത്. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു എങ്ങനെയുണ്ട്? എങ്ങോട്ടാടാ? ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട് വരാം. തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു, അവന്. അവനിവിടെ വന്നാൽ നീ ഊട്ടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടുതലാട്ടോ. തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നാറിനെ കുടിപ്പിച്ചേ. അവന് പൈന്റ് പൊട്ടിക്കന്നാ
ഉലക്ക ഉലക്ക വൈഫ് എന്നെ സ്ഥിരമായി മുതുകിലെടുക്കുന്ന ഇൻസ്ട്രുമെന്റ് എവറിഡേ അതുകൊണ്ട് അതുകൊണ്ട് ഉറ്റണോ ഓ പിന്നെ എന്തൊക്കെ വേണം കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിലിരിക്കണോ ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും എന്നെ ചെയ്തിരിക്കും ഞാൻ വാക്കിരുന്നു എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം ആ ചത്തോ മോന്റെ കൂടെ തന്തനെയും പൊക്കണോ ഞാൻ മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലത് തികട്ടി വരും. സോറി ആശാനേ, റിയലി സോറി. ശ്യാമള സാറേ, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധിയെല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റി കിട്ടും. അച്ചോട്ടം വീണ്ടും വാക്കേറ്റിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും. അതുകൊണ്ട് ലാപ്പ് പാന്റ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ നേരും നിറവുള്ളവനാ അല്ലടാ. കണ്ടോ, എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രമാണ് അല്ലടാ. സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെട്ടിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ലേ ഈശ്വര. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കുന്നു. അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തലമെസ്സേന മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് 2,50,000. ഓക്കെ, വരൂ. ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം, എന്റെ കാശല്ലല്ലോ. എന്നെ വെക്കോളൂ, കുറവാൻ തരില്ല. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത് മധ്യസ്ഥ വഹിച്ച വകയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന് പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായിടാ, നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. ആരാ? CI അൻവരസൻ ഫ്രം പൊള്ളാച്ചി. SI ശ്യാമളൻ മങ്കര ഇപ്പോൾ ലീവ് എടുത്ത് ആക്ടിങ്ങില്ല. புருஷன் பொண்டாட்டி வாழ்க்கை எப்படி இருக்கு? சந்தோஷமா இருக்கா? ஆனா இனிமே அப்படி இருக்காது. സാറേ വേണ്ട, സാറോട് അപ്പൂല ആള് മാറിപ്പോയി. അയ്യോ വേണ്ട. ആള് മാറി കൈവച്ച് ഇവന്റെ കയ്യിൽ നിന്ന് നല്ല ഊക്കൻ ഇടി മേടിക്കല്ലേ. കൂമ്പ് കലങ്ങി പോവും. പൊട്ടന്റെ ഇടിയെന്ന് കേട്ടിട്ടില്ലേ? എന്റെ അനിയനെ ഞാൻ തല്ലും, ഒരു തെണ്ടി ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ. ஏய், 2 பேரையும் தூக்கி உள்ள போட்டுருவேன் ராஸ்கல். സാറേ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കല്ലേ. ഈ മിണ്ടാപ്പോച്ചുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് കയറി കല ഉടയ്ക്കും. സാറിന് എന്നെയല്ലേ ആവശ്യം? നമുക്ക് പോവാം സാറേ. സാറ് വാ. ജന്മഴി കവലപ്പെടാതെ ഞാൻ സീക്കിരം തിരുമ്പി വരുവേ. പോലെ സാർ. അളിയ, വിശ്വംബറിന്റെ കട എത്തുമ്പോ ഒന്ന് നിർത്തണേ, ഒരു സോഡ പിടിച്ചിട്ട് പോ. പെട്ടെന്ന് പോ, ലോഡിങ് കയറി എന്റെ തടയും. ദേവലോകത്ത് ഇന്ന് റാലിയാ? അയ്യോ, ഈ പാമ്പിനെ കൊണ്ട് വലിയ ശല്യമല്ലോ. മനുഷ്യനെ കൊണ്ട് സോഡ കുറിപ്പിക്കില്ല. അങ്ങനെ മാറി കിടക്കുമ്പേ
എടാ നീ ഇത് മൂന്നാമത്തെ സോഡയാ കുടിക്കുന്നത്. ഗ്യാസ് കയറിയാ പിന്നെ ശിവന് താണമാടാൻ പറ്റിയല്ല. ഗ്യാസിൽ കയറാറിയെങ്കിൽ ഇറങ്ങി പോകാൻ വഴി അറിയാ. ആശാസനെ പാടോക്ക്. അളിയ ശിവ ഒരു ബീഡിങ് എന്ന് താരക്ക് നീ വിളിച്ചാലേ ഭീഷ്മര് പിന്നെ കരിഞ്ഞോൽക്കരനായി പോവും. എന്നാ സൂക്ഷിച്ചു വലിക്ക്. അളിയ വിഘ്നകത്ത് പാൻ കയറും ഭയങ്കര കടി. ലേഡീസ് വിൽക്കാനും കയറും. എന്താടാ ഇത്? വേഷം തീർന്നു പറഞ്ഞ ഒറ്റയ്ക്കാ കുടിക്കുക. ഒഴിക്കടായിരിക്കും. എനിക്ക് ഒഴിക്കും. രണ്ട് പക്കൂതി അച്ചോട്ടാ അവിടെ വേണോ? അച്ചോട്ടാ അടുത്ത സീനിൽ മാറണ്ട. എന്റെ കോസ്റ്റ്യൂംസ് എടുക്കാൻ മറന്നുപോയി. വാഷ് ചെയ്യാൻ കൊണ്ടുപോയതാ. നമ്മുടെ റൂമിൽ ഇരിപ്പുണ്ട്. എടാ അടുത്ത രംഗത്തേക്കല്ലേ, നീ ടെൻഷൻ ആവണ്ട. വേഗം പോയി എടുത്തോണ്ട് വന്നാ മതി. ചെല്ലേ. കൂടാണെന്ന് ആപ്പടിച്ച് കയറ്റിയ ആരും അറിയില്ലെന്ന് കരുതിയോടാ റാസ്കൽ. ആദ്യമായിട്ടാ ഞാൻ ഇടിച്ചിട്ട് എന്നെ ഒരാൾ തിരിച്ചിരിക്കാത്തത്. താങ്ക്സ് ഡാ. നിന്നെ ഞാൻ നല്ലൊരു സെന്റർ ജയിലിൽ താമസിപ്പിക്കും. പോട്ടെ എന്നാ. പോട്ടെ തമ്പി. കമേണ്ടാ. എന്നും നന്മയും ന്യായമൊക്കെ നിന്റെ ഭാഗത്ത്. അതുകൊണ്ട് നീ നല്ലവനാ. ഞാൻ ഫ്രോഡാ. എന്റെ മോൻ നല്ലവനായിട്ട് വളരും. നല്ലവനായിട്ട് വളരണമെങ്കിൽ ഇവൻ നിന്റെ മകനായിട്ട് വളരും. ഞാൻ വരും പിന്നെയും പഴുതുപോലെ നിന്നോട് വഴക്കൂടെ. പൊട്ടടാ പൊട്ട.